ഹായ് ഫ്രണ്ട്സ്, ഇന്നെൻ്റെ യാത്ര മഹാരാഷ്ട്രയിലെ താനെയിലൂടെയാണ്. ഈ താനെയിൽ നിന്ന് 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുംബൈ എന്ന മഹാനഗരത്തിലേക്ക് എത്താം. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ വലിയ ഒരു നഗരമായ താനെയിലൂടെയാണ് ഈ യാത്ര പോകുന്നത്. മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയുടെ ഭാഗവുമാണ് ഈ താനെ. താനെയിൽ വളരെയേറെ തടാകങ്ങളൊക്കെയുള്ള ഒരു പ്രദേശം കൂടിയാണ്. താനെ വളരെ വേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നഗരവും കൂടിയാണ്. താനെയിൽ ധാരാളം വ്യവസായങ്ങളുണ്ട്. കൂടാതെ വളർന്നു വരുന്ന IT കേന്ദ്രവുമാണ്. ഇതുപോലെ അമ്പരചുംബികളായ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളുമെല്ലാം തന്നെ ധാരാളമുള്ള ഒരു പ്രദേശം കൂടിയാണ് താനെ. മുംബൈ, നവി മുംബൈ എന്നിവയുമായി നല്ല റോഡുകളും റെയിൽവേയുമായി ബന്ധിച്ച് കിടക്കുന്ന ഒരു നഗരം കൂടിയാണിത്. ഇവിടെ നിന്ന് മുംബൈയിലേക്ക് ധാരാളം ബസ്സുകളെല്ലാം സർവീസ് നടത്തുന്നു. അതുപോലെ ലോക്കൽ ട്രെയിനുകളും ധാരാളം സർവീസ് നടത്തുന്നുണ്ട്. താനെയിൽ നിന്ന് 2-3 റൂട്ടിലൂടെ നമുക്ക് മുംബൈയിലേക്ക് എത്താം. ഞാൻ ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയുടെ NH-48 വഴിയിലൂടെയാണ് പോകുന്നത്. ഹാഡ്കോപ്പർ സിയോൺ വഴി സെൻട്രൽ മുംബൈയിലേക്കാണ് എത്തുന്നത്. ഇതിലൂടെ തന്നെ സഞ്ചരിച്ചാൽ നമുക്ക് ദാദർ, അതേപോലെ CST, കൊളാബ എന്നിവയിലേക്കും എത്താനുള്ള ഒരു മികച്ച വഴി കൂടിയാണ് ഈ NH-48. അങ്ങനെ ബോംബെ എന്ന, ഇപ്പോഴത്തെ മുംബൈ എന്ന മഹാനഗരത്തിലേക്കാണ് എൻ്റെ യാത്ര. ഒത്തിരിയേറെ മലയാള സിനിമകളിലും ഹിന്ദി സിനിമകളിലും മറ്റും നിറഞ്ഞു നിന്നിരുന്ന ബോംബെ, അധോലോകത്തിൻ്റെ ബോംബെ. സിനിമയിലും മറ്റും നമ്മൾ പറഞ്ഞു കേട്ടിരുന്ന അധോലോക നേതാക്കളായ കരീം ലാല, ദാവൂദ് ഇബ്രാഹിം, ഛോട്ടാ രാജൻ, വരദരാജ മുതലിയാർ, ഹാജി മസ്താൻ, ഇങ്ങനെ നിരവധി പഴയ അധോലോക രാജാക്കന്മാരുടെ പേരുകൾ കേട്ടു വളർന്ന എന്നെ പോലെയുള്ളവരുടെ പേടിപ്പെടുത്തുന്ന മുംബൈ, ഈ അധോലോക നേതാക്കൾ ഇപ്പോൾ എവിടെയാണാവോ? അവർ വയസ്സായി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാം. പുതുതായി ആൾക്കാരുടെ പേരുകൾ കേൾക്കാനുമില്ല. ഇങ്ങനെ നിറം പിടിപ്പിച്ച കഥകളിലൂടെ നമ്മൾ കണ്ട എത്രയോ പേരുടെ അത്ഭുതപ്പെടുത്തുന്ന ജീവിത കഥകളിലൂടെ പോകുന്ന ബോംബെ, ചുവന്ന തെരുവ് എന്ന കാമാട്ടിപ്പുര എന്ന സ്ഥലത്തിൻ്റെ ബോംബെ, ഇതെല്ലാം കേട്ടു വളർന്ന നമ്മളെ ഇന്നും ബോംബെ എന്ന മഹാനഗരം അത്ഭുതപ്പെടുത്തുന്നു. ഈ മഹാനഗരത്തെ അടിസ്ഥാനമാക്കി ധാരാളം സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ബോംബെ എന്ന നമ്മുടെ മനസ്സിലെ സ്ലം ലോക്ക് മില്ലേനർ എന്ന സിനിമയ്ക്ക് ആധാരമായ ധാരാവി എന്ന ചേരിയും സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചേരിയായി അറിയപ്പെടുന്ന ഒരു പ്രദേശവും ഈ മുംബൈയിൽ തന്നെയാണുള്ളത്. ഇവിടുത്തെ സിറ്റി ജീവിതവും ഇവിടുത്തെ സബർബൻ റെയിൽവേയുടെ യാത്രയും മറ്റും നമ്മളെ ഇപ്പോഴും അതിശയിപ്പിക്കുന്നതാണ്. ഇപ്പോഴും ബോംബെ കാണാത്ത മലയാളിക്ക് ഇതെല്ലാം ഒന്ന് കണ്ടുവന്നാൽ വലിയ ഒരു അത്ഭുതം കാണുന്ന മാതിരി ഇപ്പോഴും തോന്നിപ്പോകുന്ന ആ മുംബൈയിലേക്കാണ് ഇന്നെൻ്റെ യാത്ര. അങ്ങനെ നിഗൂഢതകളും അത്ഭുതങ്ങളുടെയും നാട്ടിലൂടെ, ബോളിവുഡിലൂടെ താരങ്ങളുടെ നാട്ടിലേക്കുള്ള യാത്ര. ഞാൻ എൻ്റെ ഓൾ ഇന്ത്യ യാത്രയിൽ ഈ നഗരത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ കണ്ട ചെറിയ ചെറിയ കാഴ്ചകളാണിതെല്ലാം. ബോംബെ മലയാളിയുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു മഹാനഗരമാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ജോലിക്ക് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ചോദിച്ചാൽ എല്ലാ ചേട്ടന്മാരും വന്ന് പറയും ബോംബെ എന്ന്. ഇപ്പോൾ അത് ഗൾഫ് രാജ്യങ്ങളും അത് കഴിഞ്ഞ് യൂറോപ്യൻ യൂണിയനും കഴിഞ്ഞ് മലയാളികൾ അങ്ങനെ എല്ലാ ഭൂഖണ്ഡത്തിലും ജോലി ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മുംബൈ എന്ന മഹാനഗരം. വലിയ ഫ്ലാറ്റുകളുടെയും തലങ്ങും വിലങ്ങും അമ്പരചുംബികളായി നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മുംബൈ എന്ന മഹാനഗരം. ചെറുതും വലുതുമായ ആളുകൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകൾ, ഇവയെല്ലാം വഴിനീളെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അതുപോലെ ധാരാളം ഫ്ലൈ ഓവറുകൾ തലങ്ങും വിലങ്ങും നിർമ്മിച്ചിട്ടുണ്ട്.
വഴി യാത്രക്കാർക്ക് നടക്കുന്നതിനും അതുപോലെ തന്നെ വാഹന ഗതാഗതത്തിനും എല്ലാം തന്നെ. ബോംബെ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് ഇവിടുത്തെ അധോലോകമാവും. ഇപ്പോഴും സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്നതും ഇതുതന്നെയാണ്. ഒരു കാലത്ത് തുണിമില്ലുകളുടെയും അതുപോലെ വ്യാവസായിക മേഖലകളുടെയും ഒരു പ്രദേശമായിരുന്നു ബോംബെ. എസ് എ ഡാൻഖെ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പ്രവർത്തന മേഖലയായിരുന്നു ഈ മുംബൈ എന്ന മഹാനഗരം. ഇവിടം പിന്നീട് ശിവസേന ബോംബെയിൽ സാന്നിധ്യം അറിയിക്കുകയും ബാൽ താക്കറെ എന്ന നേതാവിൻ്റെ ഉദയമുണ്ടാവുകയും ചെയ്ത മുംബൈ ഇന്ത്യയുടെ മാധ്യമ മേഖലയുടെ ആസ്ഥാനം കൂടിയാണ് ഇന്നും മുംബൈ. ഫാഷൻ, വാണിജ്യം, വ്യവസായം, സാമ്പത്തിക രംഗം, ക്രിക്കറ്റ്, സിനിമ തുടങ്ങിയ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജീവിത അല്ലെങ്കിൽ ജീവനാഡികൾ നിയന്ത്രിക്കുന്നതും ഇന്നും മുംബൈയാണ്. ഇതുപോലെ നീളൻ ഓവർ ബ്രിഡ്ജുകൾ വഴി നീളെ നമുക്ക് കാണാൻ സാധിക്കും. അതിലൂടെ മെട്രോ ട്രെയിനും അതുപോലെ മറ്റും ധാരാളം കടന്നു പോകുന്ന ഭാഗങ്ങൾ, ഇതുപോലെ പഴയകാല ബോംബെയുടെ ഭാഗങ്ങളിലൂടെയും നമുക്ക് യാത്ര ചെയ്യേണ്ടതായി വരും. മുംബൈ എന്ന മഹാനഗരത്തെ കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും. എന്നിരുന്നാലും പലരും ഈ നഗരത്തെ അടുത്തറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. 1950 മുതൽ 90കൾ വരെ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ജോലി തേടി വന്ന ഈ മഹാനഗരം, മുംബൈ എന്ന മഹാനഗരം, ഇവിടെ എത്തുന്ന തൊഴിലാളികൾ എന്തെല്ലാം തൊഴിലുകളിൽ ഏർപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ കഴിയുന്നത് എന്നാലോചിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മുംബൈ ഇന്ത്യക്ക് മാതൃകയാണ്. വളരുന്ന രാജ്യത്തിൻ്റെ സ്പന്ദനം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളുടെ ആസ്ഥാനവും കൂടിയാണ് മുംബൈ. റിലയൻസ്, ടാറ്റ, ഗോദ്രേജ്, L&T തുടങ്ങി വൻകിട കമ്പനികൾ, അതുപോലെ തന്നെ NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങി LIC, റിസർവ് ബാങ്ക് തുടങ്ങിയവ എല്ലാത്തിൻ്റെയും ഹെഡ് ഓഫീസും ഇന്നും മുംബൈയിൽ തന്നെയാണ്. അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ മുതൽ ബോളിവുഡിലെ വൻ താരനിരകളും ഇവിടെ താമസിക്കുന്നു. ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെ, വിനോദ് കാംബ്ലി ഉൾപ്പെടെ തുടങ്ങിയ വൻ താരനിരയും, അങ്ങനെ ലോകത്ത് അറിയപ്പെടുന്ന സെലിബ്രിറ്റികളിൽ വലിയൊരു വിഭാഗം വസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മുംബൈ മഹാനഗരം. അതുപോലെ രാജ്യത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി ഭീകരാക്രമണത്തിൽ ഇരയായിട്ടുള്ള ഒരു നഗരം കൂടിയാണ് മുംബൈ എന്ന മഹാനഗരം. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി വീണ്ടും ഇവിടെയെല്ലാം ഇതുപോലെ തന്നെ മെട്രോ റെയിൽവേക്കും അതുപോലെ മറ്റും ധാരാളം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രദേശം മുഴുവൻ ഈ നീല ഷീറ്റിട്ട് മറച്ചു വച്ചിരിക്കുന്നു. നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ഇപ്പോൾ ധാരാളം ഹൈവേകളും റോഡുകളും നഗരത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. നഗരഹൃദയത്തിലൂടെ ഈ റോഡുകൾ തലങ്ങും വിലങ്ങും പോകുന്നു. ഇപ്പോഴും മെട്രോ റെയിൽവേയുടെ പണി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാന്ദ്ര സീലിംഗ് റോഡ് വേർലിയിലേക്ക് എത്താനുള്ള അതും ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായി മുംബൈയിൽ നിൽക്കുന്നു. ബോംബെയിൽ ചെന്നെത്തുന്ന മനുഷ്യൻ്റെ ജാതി, മത, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും സ്വീകരിച്ച മഹാനഗരമാണ് മുംബൈ. ജീവിക്കാനുള്ളൊരു വഴി കാണിച്ചു തന്നിരുന്ന, നമ്മൾ പണ്ട് കേട്ടറിഞ്ഞ മഹാനഗരം ഇന്നും ധാരാളം മലയാളികൾ ഇവിടെ ജീവിക്കുന്നു, ജീവിതം കെട്ടിപ്പടുക്കുന്നു. ഇവിടെ സഞ്ചാരിയായി എത്തിയാൽ ഇവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന നിരവധിയായ കാഴ്ചകളുണ്ട്. അതിന് ഇവിടം ചുരുങ്ങിയത് ഒരു 2 ആഴ്ചയെങ്കിലും ഇതിലൂടെ മൊത്തം കറങ്ങേണ്ടി വരും. അധോലോക സിനിമകളിലും സാഹിത്യത്തിലും കണ്ട നിരവധിയായ സ്ഥലങ്ങൾ അടങ്ങിയ മുംബൈ എന്ന മഹാനഗരം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നും പറയാം. വ്യവസായങ്ങളുടെയും കച്ചവടത്തിൻ്റെയും കേന്ദ്രം, വൻകിട വാണിജ്യ ഗ്രൂപ്പുകളുടെ ആസ്ഥാനമുള്ള സ്ഥലം, പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലം എല്ലാം അടങ്ങിയിരിക്കുന്ന മുംബൈ. ഇവിടെയും ഈ വഴിയിലെല്ലാം തന്നെ ധാരാളം പണികൾ നടക്കുന്നുണ്ട്. മെട്രോ റെയിൽവേ ഈ കണ്ടെയ്നറുകളിലെല്ലാം വീട് പോലെ ആക്കി അതിലെല്ലാം അവിടുത്തെ പണിക്കാർ താമസിക്കുന്നു.
അങ്ങനെ ഞാൻ മുംബൈയുടെ മഹാനഗരത്തിൻ്റെ മറൈൻ ഡ്രൈവിലേക്ക് എത്തിയപ്പോൾ രാത്രി ഒത്തിരി വൈകിയിരിക്കുന്നു. അതുകൊണ്ട് നഗരത്തിലെ തിരക്കെല്ലാം കുറഞ്ഞിരിക്കുന്നു. മുംബൈയുടെ ബ്രാൻഡായിട്ടുള്ള ഈ ഫിയറ്റ് കാറുകളും ഫിയറ്റുകളിൽ നിന്ന് പല രീതിയിലേക്കും മാറിയിട്ടുള്ള ഈ മഞ്ഞ കറുപ്പ് ടാക്സികൾ ധാരാളം വഴിനീളെ കാണുന്നുണ്ട്. ഇടതുഭാഗത്താണ് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന അറബിക്കടൽ. മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നാണ് മറൈൻ ഡ്രൈവ്. അറബിക്കടലിൻ്റെ തീരത്ത് 3.5 കിലോമീറ്റർ നീളമുള്ള ഈ മനോഹരമായ റോഡ് നരിമാൻ പോയിന്റ് മുതൽ ചൗപ്പാട്ടി വരെ നീണ്ടുകിടക്കുന്നു. രാത്രിയിൽ ലൈറ്റുകൾ കത്തിച്ച് നല്ല ഭംഗിയുള്ളതായിരിക്കുന്നു ഈ പ്രദേശം തന്നെ. ഇവിടെ സ്വദേശികളും വിനോദസഞ്ചാരികളും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഇവിടം. സൂര്യാസ്തമയങ്ങളിൽ ഏറ്റവും മനോഹരമായി ഇവിടെ നിന്ന് നമുക്ക് ഈ സൂര്യാസ്തമയം കാണാൻ സാധിക്കും. അതുപോലെ സ്ട്രീറ്റ് ഫുഡ് ധാരാളം ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു. നഗരത്തിൻ്റെ ഭംഗിയും കടലിൻ്റെ മനോഹാരിതയും നമുക്കിവിടെ നിന്ന് കാണാനാവും. അതുപോലെ തന്നെ അതെല്ലാം ക്യാമറയിൽ പകർത്താനും സാധിക്കും. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ മാത്രം മാറിയാണ് മുംബൈയിലെ പ്രശസ്തമായ സ്മാരകം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അങ്ങനെ ഈ മറൈൻ ഡ്രൈവിലൂടെയുള്ള യാത്രയിലാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം മാറി എവിടെയെങ്കിലും വണ്ടി നിർത്തി നമുക്ക് ഈ കടലിൻ്റെ അപ്പുറത്ത് ഭാഗത്ത് കാണുന്ന ആ ബിൽഡിങ്ങുകളിലെ ലൈറ്റുകളൊക്കെ ഒന്ന് കാണണം. ഈ ലൈറ്റിന് ഒരു രാത്രികാലങ്ങളിൽ ഈ ലൈറ്റ് കത്തുമ്പോൾ ഒരു മുത്തുമാല പോലെ തോന്നും എന്നാണ് പറയുന്നത്. അതിനാൽ ഇത് ക്യൂൻസ് നെക്ലേസ് എന്നും വിളിക്കപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. അത് നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് അതൊന്ന് വീക്ഷിക്കണം. ഈ മറൈൻ ഡ്രൈവിലൂടെയുള്ള യാത്രയിൽ ഇന്ന് രാത്രി 10 മണി ഏകദേശം ആവാറായി. ഇന്ന് രാത്രി തലചായ്ക്കാൻ ഒരിടം എനിക്കും കിട്ടണം. ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഈ ഭാഗത്തെല്ലാം വളരെയധികം ചാർജ് കൂടുതലാണെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ദാദറിൽ എനിക്കൊരു ഡോർമെറ്ററി കിട്ടി. 500 രൂപയ്ക്ക് ഒരു രാത്രി ഒരു ബെഡ് സ്പേസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതും കണ്ട് അങ്ങോട്ട് പോകണം. ഇതാണ് മുംബൈ മഹാനഗരത്തിൻ്റെ അത്ഭുതം. ഒരു രാത്രി കിടക്കാൻ നമ്മൾക്ക് 500 രൂപ മുതൽ 5 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള സ്യൂട്ടുകൾ വരെ കിട്ടുന്ന ഒരു വലിയൊരു മഹാനഗരം മുംബൈ എന്ന മഹാനഗരം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുത്തുമണികൾ കോർത്തു വെച്ച പോലുള്ള ക്യൂൻസ് നെക്ലേസ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഇതങ്ങനെ നെക്ലേസ് പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ക്യാമറയുടെ കുഴപ്പമായിരിക്കാം. അങ്ങനെ ക്യൂൻസും നെക്ലേസും കണ്ടാണ് ദാദറിലേക്ക് ഞാൻ എൻ്റെ റൂമിലേക്ക് പോകുന്നത്. ഇതാണ് ഞാൻ ഇന്നലെ താമസിച്ച എൻ്റെ ഡോർമെറ്ററി. ചെറിയ സൗകര്യങ്ങളുള്ളതാണെങ്കിലും നല്ല വൃത്തിയൊക്കെയുള്ള ഒരു ഡോർമെറ്ററിയാണ്. ഇതുപോലെ നിരത്തിപ്പിടിച്ച് ബെഡൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബെഡ് സ്പേസ്. ബാത്റൂമും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിയോടുകൂടി നോക്കിയിരിക്കുന്നു. ഇവിടെ ധാരാളം പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. താഴെയും മുകളിലും ഉള്ള സ്പേസിലും മുഴുവനെല്ലാം തന്നെ അവർ ഓരോരുത്തർക്ക് കിടക്കാൻ പറ്റിയ ബെഡ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ദാദറിലെ ഈ മുകൾ ഭാഗത്തും ഇതുപോലെ തന്നെയുണ്ട്. ഇവിടെയും ചാർജ് കൂടിയ റൂമുകളെല്ലാം ഉണ്ട് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ റൂമുകളിൽ നിന്ന് അന്ന് ചായ്ച്ചതിനിടെ ശേഷം പുറത്തേക്കിറങ്ങി ഇവിടെയെല്ലാം ഈ തെരുവോരങ്ങളിലെല്ലാം നടന്ന് ഇവിടെ രാവിലെ തന്നെ സമയമായത് കാരണം വഴിയാത്രക്കാരെല്ലാം ധാരാളം ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഒരു ചെറിയ നാസ്തക്കടയാണ്. ഈ നാസ്തക്കടയിൽ ഞാൻ നേരത്തെ ഇറങ്ങുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ അല്പം തിരക്ക് കുറവുണ്ട്. ധാരാളം പേർ വന്ന് പാഴ്സലും എല്ലാം മേടിച്ചു പോകുന്ന ഒരു ക്യാഷ് മേടിക്കാൻ ഒരാളും എടുത്തു കൊടുക്കാൻ ഈ ചെറിയ കടയിൽ ഒരു 6 പേരുമുള്ള ഈ നാസ്തക്കടയിൽ നിന്ന് ചെറിയ ഭക്ഷണം കഴിച്ച് ഞാൻ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി നേരെ പോകേണ്ടത് വേർലി പാലം കാണാനാണ്. ബാന്ദ്ര വേർലി സീ ലിങ്ക്
മുംബൈ ബാന്ദ്ര വെർലി സീ ലിങ്ക് എന്നറിയപ്പെടുന്ന രാജീവ് ഗാന്ധി സീ ലിങ്ക് ബ്രിഡ്ജാണിത്. ഇത് 5.6 കിലോമീറ്റർ നീളവും 8 വരി വീതിയുമുള്ള ഒരു കേബിൾ സ്റ്റേഡ് പാലമാണിത്. ഈ പാലം മുംബൈയുടെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ബാന്ദ്രയെയും ദക്ഷിണ മുംബൈയിലെ വേർലിയെയും ബന്ധിപ്പിക്കുന്നു. മുംബൈയിലെ ട്രാൻസ് ഹാർബർ ലിങ്ക് കഴിഞ്ഞാൽ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ കടൽപ്പാലം കൂടിയാണിത്. 2009 പാലം പൊതുജനങ്ങൾക്ക് ആയി തുറന്നുകൊടുത്തു. ഒരു ഇൻ്റലിജൻ്റ് ബ്രിഡ്ജ് മാനേജ്മെൻറ്റ് സിസ്റ്റം ട്രാഫിക് വിവരങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിത സംവിധാനങ്ങൾ നോക്കുന്നതിനെല്ലാമായി ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതിലെ മറ്റ് 2 വീലറുകളോ 3 വീലറുകളോ ഒന്നും തന്നെ ഇതിലെ കടത്തിവിടില്ല. ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് അതിനൊരു തടസ്സം പറയും. അതുപോലെ തന്നെ ഇതിലെ സൈക്കിൾ സവാരി പാടില്ല. അതുപോലെ തന്നെ ഈ പാലത്തിലൂടെ നമുക്ക് കാൽനട യാത്രക്കാർക്കും ഇതിലൂടെ പോകാൻ സാധിക്കില്ല. ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളെ സ്ഫോടക വസ്തു സ്കാനർ ഉപയോഗിച്ച് പരിശോധിക്കുന്നു. മുകളിലും താഴെയുമായുള്ള സെൻസറുകൾ ഒരു 20 സെക്കൻഡ് കൊണ്ട് നമ്മളെ സെൻസറിങ് പൂർത്തീകരിച്ചാണ് ഇതിലെ കടത്തിവിടുന്നത്. സുരക്ഷാ പരിഗണനകൾ കാരണം കാൽനട യാത്രക്കാരെ ഒരു കാരണവശാലും ഇതിലെ കടത്തിവിടില്ല. ഇതിനൊക്കെ സൈക്കിൾ യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും കടത്തിവിടണമെന്ന് കേസുമൊക്കെ നിലനിൽക്കുന്ന ഒരു ബ്രിഡ്ജ് കൂടിയാണ്. ഇതൊക്കെയാണെങ്കിലും ട്രാഫിക് കണക്കുകൂട്ടലിൻ്റെ അത്ര ഇതിലൂടെയുള്ള വാഹന ഗതാഗതം ആയിട്ടില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ടോൾ കൊണ്ടുള്ള വരുമാനം കുറവുമാണ്. ഓരോ വർഷവും ഇതിലൂടെ വാഹനത്തിൻ്റെ ഗതാഗതത്തിൻ്റെ അളവ് കുറയുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് അമിതമായ ടോൾ നിരക്കാണ് എന്നും ഇവിടെ പറയുന്നു. അങ്ങനെ ഈ പാലത്തിൻ്റെ സൈഡിലെല്ലാം നിന്ന് ഇതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കാതെ ഞാൻ എന്നിരുന്നാലും ഒന്ന് അതൊക്കെ നോക്കി അവിടെ നിന്ന് കുറച്ച് വിഷ്വൽസൊക്കെ പകർത്തി അടുത്ത യാത്ര എനിക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ പോകണം. അങ്ങനെ മുംബൈ നഗരത്തിലൂടെ വീണ്ടും എൻ്റെ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡുകളിലെല്ലാം തന്നെ ചെറിയ ഷോപ്പുകളും അതുപോലെ തന്നെ 2 വീലറുകളെല്ലാം പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും മുംബൈയുടെ മറ്റൊരു മുഖമാണ്. ചെറിയ ഒരു പ്രദേശം. ഇതിലൂടെ യാത്ര ചെയ്ത് ആദ്യം തന്നെ എത്തുന്നത് മുംബൈയുടെ VT സ്റ്റേഷൻ പരിസരത്തേക്കാണ്. VT സ്റ്റേഷൻ പരിസരത്തിലൂടെ ഈ തിങ്ങി നിറഞ്ഞ ഈ വഴിയോരത്തൂടെയുള്ള യാത്ര. ഇവിടെ അത്ര വൃത്തിയൊന്നുമില്ല. എല്ലാവരും വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് വഴിനീളെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മുംബൈ നഗരത്തിൻ്റെ മറ്റൊരു മുഖം കൊണ്ട് എൻ്റെ യാത്ര തുടരുകയാണ്. അങ്ങനെ മുംബൈ VT സ്റ്റേഷൻ, വിക്ടോറിയ ടെർമിനസ്, ഇപ്പോൾ അത് ഛത്രപതി ശിവാജി ടെർമിനസ് എന്നായിരിക്കുന്നു. പിന്നീട് അത് വീണ്ടും അതിൻ്റെ പേര് മാറ്റി ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്നാക്കി. അങ്ങനെ മുംബൈയിലെ ഒരു ചരിത്രപരമായ റെയിൽവേ ടെർമിനസ്, യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനവുമുള്ള ആ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ മഴ ചാറിയിട്ടുണ്ട്. റോഡെല്ലാം നനഞ്ഞു കിടപ്പുണ്ട്. ഇറ്റാലിയൻ ഗോത്തിക് ശൈലിയിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ ഫെഡറിക് വില്യം സ്റ്റീവൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന നടത്തിയത്. 1878 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. വിക്ടോറിയ രാജ്ഞിയുടെ ഭരണത്തിൻ്റെ 50 വർഷം തികയുന്ന വർഷമായ 1887 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. 1996 മാർച്ചിൽ ഈ സ്റ്റേഷൻ്റെ പേര് മറാത്ത സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ ഛത്രപതിയായിരുന്ന ശിവജിയുടെ പേരിൽ ഈ സ്റ്റേഷൻ്റെ പേര് നാമകരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇത് ഛത്രപതി ശിവജി ടെർമിനസായി മാറി. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. ദീർഘദൂര ട്രെയിനുകളുടെയും സബർബൻ ട്രെയിനുകളുടെയും ടെർമിനലിനായി 18 പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് ഇവിടെ. ഈ ബ്ലോക്കിൽ നിൽക്കുമ്പോൾ ഡബിൾ ഡെക്കർ വാഹനങ്ങളെല്ലാം പോകുന്നത് കാണാം. ഇവിടെ സിറ്റി ടൂർ നടത്തുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ. ആ സിറ്റി ടൂർ കാണാൻ പറ്റിയ ഒരു വാഹനമാണ് ഡബിൾ ഡെക്കർ ബസ്. അങ്ങനെ ഈ മഹാനഗരത്തിൻ്റെ പ്രതീകമായി മാറിയ ഒരു ലാൻഡ്മാർക്കായ വിക്ടോറിയ ടെർമിനസ് അല്ലെങ്കിൽ ഛത്രപതി ടെർമിനസിലേക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വണ്ടി
കയറ്റാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. 2008 നവംബർ 26 2 പാക് ഭീകരർ CSTയുടെ പാസഞ്ചർ ഹാളിൽ പ്രവേശിച്ച് ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയും ഗ്രനേഡ് എറിയുകയും ചെയ്ത ഒരു സ്റ്റേഷൻ കൂടിയാണിത്. ഇതാണ് ഇതിൻ്റെ വാഹന പാർക്കിംഗ് ഏരിയ. അതിലേക്ക് നമുക്കും വാഹനം ഓടിച്ച് കയറ്റി പോകാം. ആക്രമികൾ അന്ന് 158 പേരെ കൊല്ലുകയും 100 കണക്കിന് ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ സന്ധ്യാസമയത്ത് വർണ്ണാഭയമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനും കൂടിയാണ്. ഇതിന് അകത്തെ കൂടെ ഞാനൊന്ന് വാഹനം കയറ്റി പുറത്തേക്ക് ഇറക്കുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ ഒരു ഇറ്റാലിയൻ ഹോത്തിക് ശൈലിയിലുള്ള ഈ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് അന്നത്തെ വിസ്മയം കണ്ടുകൊണ്ട് ഇന്ന് ഇതിലൂടെയുള്ള യാത്ര വീണ്ടും ഇവിടെ നിന്ന് എനിക്ക് കൊളാബയിലേക്കാണ് പോകേണ്ടത്. കൊളാബയിൽ പോയി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണണം. അങ്ങനെ മുംബൈ നഗരത്തിലെ യാത്ര എന്തുകൊണ്ടും അത്ഭുതപ്പെടുത്തുന്ന ഒരു യാത്രയാണ്. ഇവിടെ ഇതെല്ലാം ശരിക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു 2 ആഴ്ച എടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതിലൂടെ അകത്തെല്ലാം തന്നെ CISF ജവാന്മാരുടെ സെക്യൂരിറ്റിയിലാണ് ഇവിടെ തന്നെ എല്ലാ ഭാഗങ്ങളിലും. അങ്ങനെ എൻ്റെ യാത്ര വീണ്ടും ഓൾ ഇന്ത്യ യാത്ര വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. കൊളാബയിലേക്കുള്ള യാത്രയിലാണ്.